Hi friends, welcome back to Ridhus kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ബിരിയാണി നമുക്ക് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് നമുക്ക് ഉപ്പ് ചേർത്തൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ബീഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീഡിയോയുടെ ഫസ്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ മസാല ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇതിലേക്ക് വേണ്ടി ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ റൈസ് വേവിച്ചെടുത്തിട്ടുണ്ട്. റൈസ് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ക്യാരറ്റ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. റൈസ് റെഡി ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നും കുറച്ച് റൈസ് എടുത്തിട്ട് മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. റൈസിന് മുകളിലേക്ക് നമുക്ക് അല്പം മല്ലിയില വിതറി കൊടുക്കാം. അതുപോലെ അല്പം ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ അതിന് മുകളിലേക്ക് നമുക്ക് 6 kg നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അതിന് മുകളിലായി റൈസ് ചേർത്ത് കൊടുക്കാം. വീണ്ടും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ 2 or 3 ലെയറായിട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ലെയറായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നേരത്തെ ചെയ്ത പോലെ ഏറ്റവും മുകളിലായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
അതിന് മുകളിൽ മല്ലിയില വിതറി കൊടുക്കാം. അല്പം ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് ഞാൻ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന് മുകളിൽ ഒരു തട്ട് വെച്ച് കൊടുക്കാം. ആ തട്ടിന് മുകളിലായിട്ട് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. 1 മണിക്കൂറിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഫ്രൈഡ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഞാൻ നേരത്തെ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഇതിലേക്ക് നെയ്യിൽ വറുത്ത കാഷ്യൂനട്ടും കിസ്മിസും എല്ലാം ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓപ്ഷണലായിട്ടുള്ളതാണ്, കാരണം ഡെക്കറേഷന് വേണ്ടി ചേർക്കുന്നതാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് ദം ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.